अब्दुल्ला भाई किधर गया? किधरो गया? കുറച്ച് പഞ്ചസാര. ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട് 1 കിലോ പഞ്ചാര അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ. കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേരാ എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കേറ്റാമോ? വേണ്ട, പഞ്ചസാര വേണ്ട. ആ അസ്തഗ്ഫിറുല്ലാഹ്. എന്തേത് ഇന്ത്യൻ റുപ്പിയേ? ദർഹം തീർന്നു. നിങ്ങൾ മലയാളിയല്ലേ, നാട്ടിലേക്ക് ഇന്ത്യൻ ഉറുപ്പിക അയക്കാലോ. തരികിട കാണിക്കരുത്, മര്യാദക്ക് ദർഹം കൊടുക്ക്. ദർഹം ഇല്ല സുഹൃത്തെ. ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു. ഈ ഇന്ത്യൻ റുപ്പിയക്ക് വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് കച്ചവടം നടത്തണോ? ഈ ഇന്ത്യൻ റുപ്പിയ ഉണ്ടല്ല, ഇന്ത്യയിലെ ഒറ്റ വിമാനത്താവളത്തിൽ പോലും എടുക്കൂല. അത്രക്ക് വില ഒരു സാധനം പിടിച്ചേ. എന്താ പ്രശ്നം? വയറിറച്ച് ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ റുപ്പിയ ഉള്ളത്ര. സാരില്ല, കാശ് ഞാൻ മാറ്റി തരാം. ഇത് ഞാൻ നോക്കിക്കോളാം. നീ പ്ലേറ്റ് ഒക്കെ പോയിട്ട് എടുത്തു വെക്കാൻ നോക്ക്. ആ ടേബിളിലെ. വലിയ ഉപകാരം. നിങ്ങൾ മലയാളി ആയത് നന്നായി. നോമ്പ് കഴിഞ്ഞപ്പം പള്ളിയിലെ ഭക്ഷണം ഇല്ലാണ്ടായല്ലേ. പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ലാന്ന് മനസ്സിലായി. നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പരിചയപ്പെടാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം. എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തൂല്ലോ. മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാനങ്ങനെ ആലോചിക്കാറില്ല. അല്ല, പണിയൊന്നും ആയില്ലേ? ഇല്ല. എന്ത് പണിയാ അറിയാ? ചായക്കട നടത്തി പരിചയമുണ്ട് നാട്ടില്. ആണോ? ഇവിടെ 2 ആൾക്കാർ ലീവിന് പോയിട്ടുണ്ട്. ഒരുത്തൻ തിരിച്ചു വരുന്ന കാര്യം സംശയ. താല്പര്യമാണെങ്കിൽ തൽക്കാലം ഇവിടെ എങ്ങനെ കൂടാ? ഈ സുലൈമാൻ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. അതപ്പം നോക്കാം. ഓ, മകളുടെ ഭർത്താവാ, അതത്ര കാര്യാക്കണ്ട. भाई साहब एक ठंडा कोका कोला दे दो. ജി. ആ കെട്ടുമാറാപ്പ് ഒരു മൂലക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അകത്തോട്ട് കയറിക്കോ. എന്നിട്ട് അയാൾക്ക് ഒരു കൊക്കക്കോല കൊണ്ടുപോയിക്കോട്. കൊക്കക്കോള. അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു, ക്വിറ്റ് ഇന്ത്യ. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. എന്തേ കൊക്കക്കോളം നിങ്ങളെ പിടിച്ച് കടിച്ച? ഞാനത് കൊടുക്കൂല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? ഒരു സ്ട്രോങ് സുലൈമാനി. അതങ്ങോട്ട് വേഗം എടുത്തു കൊടുക്ക്. മുകുന്ദ, നീ എന്താ ഇവിടെ? അബ്ബാസോ, എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി. ഇവിടെയോ? അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ? ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ. അയാൾ പിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവാണ്, 5-6 മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസിനോട് പറഞ്ഞത്. ജെയിംസ് അല്ല അയാളോട് സംസാരിച്ചത്. എനിക്ക് അറബി അറിയില്ലല്ലോ. നിന്റെ ആൾക്ക് ജോലി കൊടുത്തുന്നാണല്ലോ പിന്നീട് കണ്ടപ്പോ അറബിനോട് പറഞ്ഞത്. अस्सलामुअलैकुम बोस, अना अब्बास देरा, कैफ हालक? इंत आते शुगिल अदात यौम शादिक माली हूँ मौजूद मिनाक? ओके ओके, शुक्रन, मां सलाम. എന്താ സംഭവം? ആ ജോലി ആണുങ്ങളും കൊണ്ടുപോയി. അന്ന് നിന്റെ കൂടെ ഒരു ഇത്തിക്കണ്ണി, അവനിപ്പോ ആ കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫാ. ആര്, ജെയിംസോ? ചെമ്മന്നൂർ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുകുന്ദനെ ഓർക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു. നാട് കാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാശിയും തൻ്റെയൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക്? എന്താ നിനക്ക് പറ്റിയത്? യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലും ഒക്കെ ആണെങ്കിലും
അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. എന്താ കാര്യമേ മാർക്കറ്റിൽ നിന്ന് നിന്റെ തലയിൽ ആരെങ്കിലും ബോംബിട്ടാ? ബോംബാ ഇത്? മിസൈലല്ലേ മിസൈല്. പച്ചക്കറിക്കും മീനിനൊക്കെ എന്താ വിലക്കയറ്റം. എങ്കിൽ യുദ്ധം കഴിയുന്നവരെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോയിക്കോളാം. വില കുറയൊന്നും എനിക്കൊന്ന് നോക്കണല്ലോ. മാമ നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി. നടു അനക്കരുത്. ഡിസ്ക് ഇവിടുത്തെ പർച്ചേസും മാനേജ്മെന്റും ഞാൻ നോക്കി നടത്തി കണക്ക് കൃത്യമായിട്ട് വൈകുന്നേരം റൂമിൽ എത്തിക്കുമല്ലോ. ഞാനിവിടെ ഉണ്ടായിട്ട് തന്നെ പെട്ടി കാശ് കാണുന്നില്ല. ഇന്ന് മുതൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ മൂന്നും കാശ് ഇരുന്നാ മതി. എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല. എങ്കിൽ ഇന്ന് മുതൽ അത് ശീലിക്കണം. എന്താ? ഇന്നലെ കേറി വന്ന ഏതോ ഒരുത്തൻ, അതും പടച്ചോനെ പേടിയില്ലാത്ത കാവറായ ഒരുത്തരത്തിനെ പണപ്പെട്ടി ഏൽപ്പിക്കണം. സ്വന്തം മോളിലെ പുയ്യാപ്പിള, അതും ഒന്നാം തരം കൗമ വീടുണ്ടായിട്ടും ഒരു നിലം വരില്ല. കൗമും കാഫറും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് രണ്ടും അല്ലാത്തൊരു ജാതിയുണ്ട്, മുനാഫിക്ക്. കപട വിശ്വാസി എന്ന് മലയാളത്തിൽ പറയും. മുകുന്ദൻ ഒരു ദൈവത്തിലും വിശ്വാസമില്ല. പക്ഷെ പടച്ചോനെ നിരക്കാത്തതൊന്നും ഓൻ ചെയ്യാറില്ല. മുകുന്ദ ഇവിടെ വന്നിരിക്കെ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം. വാന്ന് ഇവിടെ ഇരിക്കേന്ന് അവിടെ ഇരി. ഞാനിപ്പോ വരാം. വയറസി തിന്നേം കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോ കയ്യില് കാശ് തികയില്ലെന്ന. ഇത് ഇവിടെ വരുന്ന എല്ലാ അലവലാദികളുടെ സ്ഥിരം തട്ടിപ്പാ.我把钱丢了，已经2天没吃东西了，过一段时间再给。 അയ്യോടാ, അവളുടെ കാശൊക്കെ പോയി. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കി കാശ് പിന്നെ കൊണ്ടുതരാന്നാ പറയണേ. ആ അതാണോ കാര്യം? കരിമേ, ഇവളുടെ കാശ് ഞാൻ എന്റെ പറ്റിൽ എഴുതിക്കോളാം. ഇതാണ് തന്റെ അമ്മാവന്റെ മോളാ. യു മണി ഐ ഗിവ്, ബട്ട് യു ചൈനീസ് ടേക്കിംഗ് കൊക്കക്കോള? നോ നോ. 钱你应该给我，变成现在这个样子都是因为你。 നിക്കട്ടോ നിക്കട്ടോ, ഞാൻ പറയട്ടെ. എന്താ അവൾ എന്നെ പറ്റി പറഞ്ഞത്? നിങ്ങൾ അവളെ ഈ ഗതിയിലാക്കിയെന്നാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് അത് ഒപ്പിച്ചോ? അയ്യോ, അത് അവളുടെ തെറ്റിദ്ധാരണയാണ്. നിനക്ക് ചൈനീസ് അറിയാല്ലേ? ഒന്ന് അവൾ വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവളോട് പറയണം. അതൊക്കെ ഞാൻ പറയാം. പക്ഷെ എന്റെ ചിറ്റിയുടെ കാര്യം അതൊക്കെ ശരിയാക്കാം. നീ ചെന്ന് വിളിക്കടാ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരക്കായത് കൊണ്ട് ഇന്നോ നാളെയോ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ പറ്റും. നമ്പ്യ സാറേ, സിദ്ധാർത്ഥൻ വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ. വേഗം വാ. കണ്ടില്ലേ, എന്റെ കോട്ട് ഉണങ്ങിയിട്ടില്ല. ഹോ, ഇവിടെ ആരെ കാണിക്കാനാ സാറേ? വാ, ഈ പ്രാവശ്യം ഭാഗ്യം സാറിനായിരിക്കും. എനിക്കോ ചിട്ടിയോ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? അല്ല, ആരിത്? ഇക്കണ്ട കാലം കൂടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ പാവം കോട്ടോടെ കിടന്ന് കണ്ണീർ വാർക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ പിരിഞ്ഞിരിക്കണത്. ആ സിബീഷേ, നറുക്ക് നീ എടുക്ക്. എന്റെ നറുക്കന്നെ എടുക്കണ മോനെ. മൂന്നാമത്തോളുടെ പുയ്യാപ്പിളക്ക് അറിയൊരുക്കാൻ ഫ്രിഡ്ജും ടിവിയും ഫോറിൻ തന്നെ വേണമെന്നാ ഡിമാൻഡ്. കൂട്ടത്തിൽ ഇത്തിരി നിറം കുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്ക് എനിക്ക് വീണാൽ 2ാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരിക്കും. ഈശ്വര, കണ്ടോ? ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിരിച്ചെത്തിക്കാം. ആ ഇക്ക വെറുതെ ബേജാറാവണ്ടാ. നിക്കായ് കമ്പനിയുടെ പുതിയ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ടിവിയാ ഫ്രിഡ്ജാ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോറിനില്ലാതെ പോയി അവിടെ പിണങ്ങണ്ട. മുകുന്ദൻ, എന്തുകൊണ്ടൻ? മുകുന്ദൻ, മുകുന്ദൻ റൂം ക്ലീനിങ് എവറി ഡേ. ദിസ് ക്ലീനിങ് മുകുന്ദൻ, ക്ലീനിങ് വാട്ടർ സോപ്പടി ചൂല് ക്ലീനിങ്
മൂന്തൻ 什么 ഏത് ഷൺമു 什么 ആ ഷൺമു കഴിഞ്ഞ മാസം ലീവിന് പോലും ഡിസംബറിൽ മുകുന്ദൻ ഓയ് എന്റെ പൊന്നു പെങ്ങളെ എന്റെ പറച്ചോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ് മുകുന്ദൻ നോക്കാം നോക്കാം യു ഗോ ആൻഡ് മുകുന്ദൻ കം യു കം അല്ലാ രക്ഷപ്പെട്ടു ഓ പറച്ചോനെ ഈ ചീനച്ചട്ടി എന്നെയും കൊണ്ട് പോകുന്ന തോന്നണ ഇനിയും വല്ല സംശയം ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു മൂന്നേട്ടനവിടെ മുകുന്ദൻ നീയായിരുന്നല്ലേ ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ അവൻ വരാൻ കുറച്ച് വൈകും അത് നീ ഈ ചീനച്ചട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ആ ക്ഷമല്ല 我们家打电话说我妈妈生病了，我必须马上回去。可是我没有机票钱，过来看看木空蛋。 കരിമുക്ക ഫോൺ എടുത്ത് മുന്തേട്ടനൊന്ന് 什么？ ബാറ്റ്റൂസ് ആ. ചിയാൻ കെ മുകുന്ദൻ താഹോയ് ഗന്നി trung bay hoi jia jipiat nitirta swenma shudaja tripa 是的。先左转，然后右转，直走第4栋楼的214房间，对吗 okay 是的 ？Thank you。 കരിമുക്ക നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈയും 2 പൊറോട്ടയും എടുത്തേ അല്ല അത്യാവശ്യമായിട്ട് ജബലലി പോണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു നീ പറഞ്ഞു ആ ജബലലിയില്ലേ ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോവും ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തന് എന്റെ പാചകം നല്ലതാണെന്ന് പറഞ്ഞത് നിന്നെ ഇന്ന് തീറ്റിപ്പിച്ച് കൊല്ലും ഹലോ എത്തിയില്ലേ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ ഇവിടെ തന്നെ ഉണ്ട് കഷ്ടമായി പോയി നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ വല്ല MLA മന്ത്രിയോ മനുഷ്യനായിരുന്നല്ലേ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നു ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന മന്ത്രി കരുണൻ ദുബായിൽ വന്നാൽ ഞങ്ങളുടെ ഹോട്ടലിലാണ് താമസിക്കാറുള്ളത് ഏതായാലും നാട്ടുകാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല അയാൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത് ഈ വലിയ വലിയ ഹോട്ടലിൽ പണിയെടുത്ത പല മാന്യന്മാരുടെയും തനി സ്വരൂപം നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ ഡേറ്റ് കഴിഞ്ഞ് ഈ കുബൂസ് വെച്ച് നിങ്ങൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഡേറ്റ് കഴിഞ്ഞാലും 2 ദിവസത്തേക്കൊന്നും ഇത് കേടാവില്ല. പക്ഷെ കടയിൽ വിറ്റാലും പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ അവരടുത്ത് വല്ല പശുവിനെ ആടിനെ വളർത്തുന്ന ഫാമിൽ കൊണ്ടു കൊടുക്കും. ഒരു മൃഗാതുര സേവനം. ഈ കുബൂസൊക്കെ വിറ്റിരുന്ന കാശി നേരെ വീട്ടിലേക്കായി. ഹമ്മോസം ഉണ്ടായിരുന്നപ്പോ വീട്ടിലൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അവർക്ക് ഞാനല്ലാതെ വേറെ ആരില്ലല്ലോ. Ahoy! കുബൂസ് ആകിൽ ബഹ്റൈൻ എവിടെ ഇയാളെന്നെ കാലി പിടിപ്പിച്ച് അടങ്ങത്തുള്ളൂ.
മുകുന്ദേട്ടാ അൻവർ മുകുന്ദേട്ടാ ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അന്വേഷിക്കാത്ത സ്ഥലമില്ല. മുകുന്ദേട്ടൻ ഇവിടെ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെയാ. നീയല്ലേ എന്നെ ഗൾഫിലേക്ക് അയച്ചത്. ഇതും ഗൾഫാണ്, കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രം. ഇതൊക്കെ പണം കായ്ക്കുന്ന മരങ്ങളാണ്. ഇതിന് വെള്ളം നനച്ചും പശുക്കളെ ആടുകളെയൊക്കെ നോക്കിയും ഞാനിങ്ങനെ കഴിയുന്നു. കരീമിനെ എങ്ങനെ? മുകുന്ദേട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയതാ. നിങ്ങൾ ഇറാഖിൽ പോയില്ലേ? വാ പറയാം. ഞാൻ ഇറാഖിലേക്ക് പോയി എന്നുള്ള കഥ ആര് മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് അറിയില്ല. അബ്ദുള്ളക്ക പോയതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു. വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി പരിചയക്കാരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചു. എവിടെയൊക്കെയോ അലഞ്ഞു. വിശപ്പടക്കാൻ വേണ്ടി കിട്ടിയ പണികളൊക്കെ ചെയ്തു. ചിലപ്പോൾ 2-3 ദിവസം പണിയും ഉണ്ടാവില്ല, ഭക്ഷണവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ തളർന്നു വീണത് മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോൾ ഒരു അറബിയുടെ മജ്ലിസിൽ കിടക്കുകയാണ് ഞാൻ. അയാൾ എനിക്ക് ഭക്ഷണം തന്നു, കിടക്കാൻ ഇടം തന്നു. ആരും നോക്കാനില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലം നന്നാക്കി എടുക്കാമോ എന്നയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് രാവ് പകൽ അധ്വാനം തന്നെയായിരുന്നു. പണ്ട് നമ്മൾ ചെമ്മണ്ണൂരിൽ റോഡുണ്ടാക്കിയതുപോലെ, കിണറുണ്ടാക്കിയതുപോലെ. ഇതും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് എന്ന ചിന്തയാണ് 3 വർഷത്തിനുള്ളിൽ ഈ സ്ഥലം ഈ രൂപത്തിലാക്കാൻ എനിക്ക് പ്രചോദനമായത്. ഓരോ നിശ്വാസത്തിലും ചെമ്മണ്ണൂരിനെ കുറിച്ച് ഓർക്കുന്ന മുകുന്ദേട്ടനെ അത്